എങ്ങനെയാണ് ഒരാൾക്ക് റെഫറൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കി വെക്കാം. നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നമ്മുടെ ലിങ്ക് ആയിട്ടുള്ള നമ്മുടെ URL ID ആയിട്ടുള്ള അല്ലെങ്കിൽ വെബ്സൈറ്റ് പേരായിട്ടുള്ള thevirtues.in എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നു. ഈ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലിസ്റ്റ് നമുക്ക് കാണാം. അതിൽ ജോയിൻ ഇൻ അഫിലിയേറ്റ്സ് ആൻഡ് ഏൺ സെലക്ട് ചെയ്യുക. ഇതിന് നമുക്കിവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. നെയിം എന്തെങ്കിലും ഏതാണോ നമുക്ക് അതിൽ കാണേണ്ട നെയിം, എനി കൈൻഡ് ഓഫ് കോഡ്, നമുക്ക് എന്തെങ്കിലും കോഡ് കൊടുക്കാം. ഷാനി ആണെങ്കിൽ SHN അങ്ങനെ എന്തെങ്കിലും ഒരു വേരിയൻ്റ് പോലെ ഒരു കോഡ് കൊടുക്കാം. ഇമെയിൽ ID നമുക്ക് കൊടുക്കാം. ഇമെയിൽ കൊടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പാസ്വേഡ്, നമ്മൾ ഇഷ്ടമുള്ളൊരു പാസ്വേഡ്, മൊബൈൽ നമ്പറോ വട്ടവർ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. നമ്മളിവിടെ ഇതിൻ്റെ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതോടുകൂടി നമ്മൾ ഈ വെബ്സൈറ്റിൻ്റെ ഓവറോൾ ലിങ്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് എവിടെയെങ്കിലും അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ വ്യക്തിയുടെ, ഷാനി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഈ ഒരു വെബ്സൈറ്റ് ലിങ്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഷാനീൻ്റെ റെഫറൻസ് ആയി വരിക. പക്ഷേ നമുക്കൊരു സ്പെസിഫിക് പ്രൊഡക്റ്റാണ് നമുക്ക് വിൽക്കണമെങ്കിൽ, ഒരു ഇപ്പോൾ ഈ ഒരു വെർച്യൂസിൻ്റെ കോംബോ ആണ് നമുക്ക് വിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബേഡ്സിലാണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ URL കൊടുത്തതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ 35 ml 60 ml 2 വേരിയൻ്റാണ് ഇതിലുള്ളത്. അപ്പോൾ ഏതാണോ വേരിയൻ്റ് വേണ്ടത് അതിൻ്റെ ഒരു നോർമലായിട്ട് ഏത് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഈ ഷെയർ ബട്ടൺ ഓരോ ഫോണിലും ഓരോ രീതിയിലേക്ക്, ഐഫോണിൽ മുകളിലാണ് വരുന്നത്, ഗൂഗിളിൽ ഇവിടെ തന്നെയാണ് വരുന്നത് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഷെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോപ്പി URL നമ്മൾ ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ കോപ്പി ആയി. അപ്പോൾ ഇതാണ് ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക്. ആ പ്രൊഡക്റ്റിൻ്റെ മാത്രം ലിങ്ക് അതാണ്. അപ്പോൾ ഇവിടെ ഇത് കംപ്ലീറ്റ് ആവുന്നത് 1646. ഓരോ പ്രൊഡക്റ്റിനും ഓരോ ലിങ്ക് ആയിരിക്കുമല്ലോ ഇതിൻ്റെ URL ID വരിക. അപ്പോൾ ഈ 1646 കഴിഞ്ഞ പാടെ എന്താണോ അവസാനിക്കുന്നത്, ആ ഒരു ലിങ്കിൻ്റെ അവസാനം എന്താണോ അവിടെ നിന്നും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ലിങ്കിൻ്റെ ലിങ്കിൻ്റെ ആ ഒരു പോർഷൻ, ഈ ക്വസ്റ്റ്യൻ മാർക്ക് മുതൽ, അപ്പോൾ ഇവിടെ തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. REF, അത് റെഫറൻസ് എന്നുള്ളൊരു ഉദ്ദേശമാണ്. റെഫറൻസ് ഈക്വൽ ടു SHN. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക് ആയുള്ള, ഈ ഒരു ബിയർഡ് സിറത്തിൻ്റെ സ്പെസിഫിക് ആയുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ ഈ ഒരു ലിങ്ക് ത്രൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഷാനിയുടെ ലിങ്കാണ് എന്നുള്ളത് നമുക്കും മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളുടെ മെയിൽ ID വരും. സോ നിങ്ങളുടെ പ്രൊഡക്റ്റ്, ഏത് തന്നെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണം നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ചിട്ട് ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെ ഇതുപോലെ ഓൾറെഡി ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഓരോ പ്രൊഡക്റ്റ് ചെയ്യാം. ഇത് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇത് ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സെയിൽ വന്നു, മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം.